Hi friends, welcome to Tech. HTML മലയാളം ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി HTML attributes എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. HTML attributes provides additional information about HTML elements. HTML attributes എന്ന് വെച്ചാൽ HTML elementsന്റെ additional information provide ചെയ്യുന്നതാണ് HTML attribute എന്ന് പറയുന്നത്. All HTML elements can have attributes. എല്ലാ HTML elementsനും attributes ഉണ്ടായിരിക്കും. Attributes provide additional information about elements. HTMLന്റെ എല്ലാ elementsനും additional information provide ചെയ്യുന്നതാണ് attributes എന്ന് പറയുന്നത്. Attributes are always specified in the start tag. Attributes start tagനകത്തായിരിക്കും specify ചെയ്തിട്ടുള്ളത്. Attributes usually comes in name, value, pair like, name equal to value. Name equal to value എന്ന സിൻടാക്സിലായിരിക്കും attributesനെ നമ്മൾ usually യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ആദ്യം വരുന്നത് നെയിം ആയിരിക്കും വരുന്നത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ എന്താണെന്നായിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഇനി ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് കൂടുതലായിട്ട് അറിയാം. ആദ്യമായിട്ട് href ആട്രിബ്യൂട്ട് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. href ആട്രിബ്യൂട്ട്. The href attribute. The A tag defines an hyperlink. A tag എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർലിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് A tag എന്ന് വെച്ചാൽ. ഹൈപ്പർലിങ്ക് മീൻസ് ഒരു ലിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ലിങ്കിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് A tag എന്ന് വെച്ചാൽ. A ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് href എന്ന് പറയുന്നത്. The href attribute specify the URL of the page the link goes to. നമ്മുടെ ആട്രിബ്യൂട്ട് A എന്ന് പറയുന്ന ടാഗിന്റെ A എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന href ആണ്. href എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇനി അടുത്ത ഒരു ലിങ്ക് നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കും, ഒരു URL ലിങ്ക്. അത് ഏത് പേജിലേക്കാണോ പോവേണ്ടത് ആ പേജിന്റെ ലിങ്ക് ആയിരിക്കും നമ്മൾ hrefനകത്ത് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കേണ്ടത്, href ആട്രിബ്യൂട്ടിൽ കൊടുക്കേണ്ടത്. നമ്മൾ href ആട്രിബ്യൂട്ട് വരുന്നത് ഏതിലാണ്? ആങ്കർ ടാഗ്, A ടാഗിനകത്താണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് A ടാഗ് ആണ് ഹൈപ്പർ ലിങ്ക് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ ആട്രിബ്യൂട്ട് ആണ് href എന്ന് പറയുന്നത്. href ആട്രിബ്യൂട്ടിനകത്ത് URL, പേജിന്റെ URL ലിങ്ക് വരാൻ വേണ്ടിയിട്ടാണ്. URL ലിങ്ക് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഏത് ലിങ്കിൽ, പേജിന്റെ ലിങ്കിലേക്കാണോ പോകേണ്ടത് ആ പേജിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഗൂഗിളിലേക്കാണ് പോകേണ്ടതെങ്കിൽ A ടാഗിനകത്ത് href http www.google.com എന്നുള്ള ഒരു ലിങ്കിലേക്ക് നമുക്ക് പോകണം. ഗൂഗിൾ ലിങ്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ hrefനകത്ത് അതിന്റെ പാത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് URL എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ URLിലേക്ക്, ആ പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇവിടെ കൊടുത്തിട്ടുള്ള A ടാഗിനകത്ത് href http www.w3school.com. ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഏതാണ്? w3school.com എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നമ്മളെ ഈ href കൊണ്ടുപോകുന്നത്. വിസിറ്റ് W3 സ്കൂൾ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ HTML ഉണ്ട്, നമ്മുടെ HTML. അതിൽ നമ്മൾ href എന്ന് പറയുന്നത് A ടാഗിനകത്തുള്ള ആട്രിബ്യൂട്ട് href https www.w3school.com visit w3 school എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു HTMLും ഒരു ടെക്സ്റ്റും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ആദ്യം നമുക്കൊരു H2 എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അതാണ് ഇവിടെ വന്നിട്ടുള്ള H2 എന്ന് പറഞ്ഞ ഹെഡിങ്. അതിന്റെ താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്. HTML links are defined with
a tag. HTML links are defined with a tag എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ പാരഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ a ടാഗിനകത്ത് നമ്മൾ href http www.w3school.com എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ വന്നിട്ടുണ്ട്. വിസിറ്റ് W3 schools എന്ന് പറഞ്ഞിട്ട് വിസിറ്റ് W3 schools എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഹൈപ്പർ ലിങ്ക് വരുമ്പം a ടാഗ് വരുമ്പോൾ അതിന്റെ താഴെ ഒരു ലൈൻ അണ്ടർലൈൻ വരുന്നുണ്ട്. ഇത് ഹൈപ്പർ ലിങ്കിനെ സൂചിപ്പിക്കാനാണ്. നമ്മൾ സാധാരണ മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പം കഴ്സർ ഇവിടെ ഇങ്ങനെ ഒരു ഹാൻഡ് സിമ്പിൾ കാണിക്കും. അതായത് അത് ലിങ്ക് ആണ്, ലിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ പോവേണ്ടത് ആ ലിങ്ക്, അതായത് അതിന്റെ ഇതിവിടെ കാണാം. അതിന്റെ W3 സ്കൂൾസിന്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നു. W3 സ്കൂൾസിന്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നു. നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ W3 സ്കൂളിന്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് href ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് SRC ആട്രിബ്യൂട്ട് ആണ്. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വരുന്നത് ഇമേജ് ടാഗിനകത്താണ്. The image tag is used to embed an image in a HTML page. നമ്മൾ HTML പേജിൽ ഇമേജിനെ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. ആ ഇമേജ് ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് SRC എന്ന് വെച്ചാൽ, അതായത് ആട്രിബ്യൂട്ട് സ്പെസിഫൈഡ് ദ പാത്ത് ടു ദ ഇമേജ് ടു ബി ഡിസ്പ്ലേഡ്. ഇമേജ് എന്താണോ നമ്മുടെ HTML-നകത്തുള്ള ഇമേജിനെ എംബഡഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് ടാഗ് യൂസ് ചെയ്യുന്നു. ഇമേജ് ടാഗിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ആ ഇമേജ് എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നും നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SRC യൂസ് ചെയ്യുന്നത്. സോഴ്സ് ആട്രിബ്യൂട്ട് എന്നാണ് അതിനെ പറയുന്നത്. SRC എന്ന് വെച്ചാൽ സോഴ്സ് ആട്രിബ്യൂട്ട്. The SRC attribute specify the path of the image to be displayed. നമ്മളുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇമേജ് എവിടെയാണോ ഉള്ളത് ആ പാത്തിനെ പറഞ്ഞു കൊടുക്കുന്ന ആട്രിബ്യൂട്ട് ആണ് SRC ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ. അതായത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കാണാം. നമുക്ക് ഇമേജ് ടാഗിനകത്ത് SRC ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമേജിന്റെ പേരാണ് സോഴ്സിന്. SRCക്കകത്ത് ഇമേജിന്റെ എന്താണോ ഇമേജിന്റെ പേര്, പിന്നെ അത് എന്താണോ, ഏത് ടൈപ്പ് ഓഫ് ഇമേജ് ആണ്, JPG ആണോ, PNG ഫോർമാറ്റിലാണോ, GIF ഫോർമാറ്റ് ആണോ, എന്താണെന്ന് വെച്ചാൽ ആ ഫോർമാറ്റും കൂടെ .jpg എന്ന് ഇമേജ് ഗേൾ .jpg എന്നുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഡിസ്പ്ലേയിൽ നമ്മൾ ഇമേജ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് ഡിസ്പ്ലേ ആവും. ഇതാണ് നമ്മളെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. SRC ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് H2-നകത്ത് ഒരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. H2 ടാഗിനകത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഇമേജിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഇമേജിനകത്ത് SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും കൊടുത്തിട്ടുണ്ട്. ഈ SRC എന്ന് പറയുന്ന സോഴ്സ്, അത് ആ ഇമേജ് എന്താണോ ആ ഇമേജ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇമേജിന്റെ പാത്ത് ഏതാണോ അത് നമ്മളവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഇമേജിന് ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. അത് വേറൊരു ആട്രിബ്യൂട്ട് ആണ്. വിഡ്ത്ത് എന്നും ഹൈറ്റ് എന്നും പറയുന്ന ഇമേജിന്റെ വേറൊരു ആട്രിബ്യൂട്ട് ആണ്. നമുക്ക് സൈസ് എത്ര വേണമെങ്കിലും കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുക്കാം. നമുക്കിപ്പം 500 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ 100, 200 എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം ആ ഇമേജിന്റെ സൈസ് എത്രയാവുമെന്ന്. കണ്ടോ, ആ സൈസ് ചെറുതായി. അതായത് വിഡ്ത്ത്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിഡ്ത്ത്, ഇങ്ങനെയുള്ള വിഡ്ത്തും ഹൈറ്റും 100ഉം 200ഉം ആയിട്ട് മാറി. ഇവിടെ നമുക്ക് 200 വിഡ്ത്ത് നമുക്ക് 200 കൊടുത്തു നോക്കാം. എടുത്തിട്ട് ഹൈറ്റും 200 കൊടുത്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടോ, സൈസ് ചേഞ്ചസ് വരുന്നുണ്ട്. വിഡ്ത്തിന്റെയും ഹൈറ്റിന്റെയും ചേഞ്ചസ് വരുന്നതാണ്.
ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്താണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന the style attribute ആണ്. The style attribute is used to add styles to an element such as color, font, size and more. അതായത് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ HTML എലമെന്റ് ആ എലമെന്റിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫോണ്ട് സൈസ് അങ്ങനെ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. പി ടാഗ് കൊടുത്തിട്ടുണ്ട്, പി ടാഗ് പാരഗ്രാഫ് ടാഗ്. അതിനൊരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ്. സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ്. അതായത് ദിസ് ഈസ് എ റെഡ് പാരഗ്രാഫ്. ഈ പി ടാഗിനകത്തുള്ള ഈ ടെക്സ്റ്റിന് നമുക്ക് കളറ് റെഡ് ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റൈൽ കളർ ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദിസ് ഈസ് എ റെഡ് പാരഗ്രാഫ് എന്ന് പറയുന്ന ആ ലൈൻ റെഡ് കളറിൽ വരും. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ നോക്കും, നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദ സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ H2വിനകത്ത് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ദിസ് ഇസ് എ റെഡ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിനെ റെഡ് കളറായിട്ട് കൊടുത്ത് ഇതിനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡ് മാറ്റിയിട്ട് ഇനി ഗ്രീൻ ആക്കി കൊടുത്ത് നോക്കാം. ഗ്രീൻ കൊടുത്ത് റൺ ചെയ്യുമ്പോൾ ആ പാരഗ്രാഫ് ഗ്രീൻ കളറിൽ വന്നു. ഇനി നമുക്ക് യെല്ലോ ആയിട്ട് കൊടുത്തു നോക്കാം. ആ പാരഗ്രാഫ് യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഇതിനെയാണ് നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സ്റ്റൈൽ ആട്രിബ്യൂട്ട് നമ്മുടെ പാരഗ്രാഫ് ആയാലും ശരി, എന്താണെങ്കിലും പി ടാഗ് ആണെങ്കിലും, ഇപ്പോൾ ഈ പി ടാഗിന് പകരം നമ്മളിവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുകയാണെന്ന് ചോദിച്ചു. അതായത് എ ടാഗ് കൊടുക്കുകയാണ്. എ ടാഗ് href ഈക്വൽ ടു hrefന് ഒരു പാത്ത് കൊടുക്കണം. നമ്മൾ ഒരു ലിങ്ക് കൊടുക്കാം. https://www.google.com എന്നൊരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഒരു ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് നമുക്ക് ഏരിയൽ എന്ന് കൊടുക്കാം. ഏരിയൽ ഫോണ്ട് കൊടുക്കാം, സെമിക്കോളൻ. ഇനി നമുക്കതിന് ഫോണ്ട് മാത്രമല്ല കളർ മാറ്റാം. കളർ റെഡ് എന്ന് കൊടുക്കാം, അതും സെമിക്കോളൻ. എന്നിട്ട് നമുക്ക് ആ സ്റ്റൈലും ആ എ ടാഗ് ക്ലോസ് ചെയ്യാം. എ ടാഗ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് നമ്മുടെ കണ്ടന്റ് എന്താണ് വരേണ്ടത്. എന്നിട്ട് നമുക്ക് ഗൂഗിൾ എന്ന് കൊടുക്കാം. കണ്ടന്റ് കൊടുത്തിട്ട് എ ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മൾ എ ടാഗ് ക്ലോസ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു \/ കൊടുത്ത് ക്ലോസ് ചെയ്യുക. എന്നാൽ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഗൂഗിള് ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അതും അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.